നൂറാനി ഉസ്താദ് സയ്യിദ് മദനി ശരിയത്ത് കോളേജ് പ്രൊഫസർ ഉസ്താദ് അവരുടെ സ്വാഗത പ്രഭാഷണത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. അറബിക് ട്രസ്റ്റ് മുഫത്തിസുമായ സഖാഫി ഉസ്താദ് അവர்களுം നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരുന്ന ഈ സദസ്സിൻ്റെ മുഖ്യപ്രഭാഷണവും ശരീഅ കോൺഫറൻസിൻ്റെ അവലോകന സംസാരവുമൊക്കെ നടക്കാനിരിക്കുകയാണ്. സൂഫികളായി അറിയപ്പെട്ട ഒട്ടനവധി പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര മേഖലയിലേക്കുള്ള സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഇവിടെ ശരീഅ കോൺഫറൻസ് നടന്നത്. വിശുദ്ധ ഖുർആനും ഹദീസുകളും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ കർമ്മശാസ്ത്ര മസ്അലകൾ, അതിനെ എങ്ങനെയാണ് സൂഫികൾ സമീപിച്ചത് എന്നതിന് വിവിധ ഉദാഹരണങ്ങളിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയുണ്ടായി. അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പണ്ഡിതന്മാരെല്ലാം സൂഫി ശ്രേണികളിൽ തന്നെ പ്രസിദ്ധരായവരായിരുന്നു. കൂട്ടത്തിൽ സൂഫികളായി തന്നെ അഹ്ലു തസവ്വുഫ് ആയി അറിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ തുടങ്ങിയവർ ജർഹ് വ തഅദീലിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ശേഷം ഇജ്തിഹാദിൻ്റെ മേഖലയിലേക്ക് വന്നാൽ അവിടെയും സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ മദ്ഹബ് ഗവേഷണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സൂഫി മേഖലകളിൽ അറിയപ്പെടുന്ന ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായ 3 ഗ്രന്ഥങ്ങൾ, ശാഫിഈ കർമ്മശാസ്ത്ര സരണിയിലെ അറിയപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണ്. വസീത്ത്, ബസീത്ത്, വജീസ് എന്നീ കൃതികൾ തുടങ്ങി ഇങ്ങോട്ട് പോന്നാൽ സൂഫികളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ദീനിനെ അതിൻ്റെ മുഴുവൻ തനിമയോടും കൂടെ നിലനിർത്തുക എന്ന വലിയ ദൗത്യമാണ്. ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദാബ് സുലൂക്കിൽ മുരീദ് പോലത്തെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ശരീഅത്തിൻ്റെ നിർദ്ദേശങ്ങളെ എങ്ങനെ കൃത്യമായി പാലിക്കണം എന്നും അവാമിറുകളെ അനുസരിച്ചുകൊണ്ട് മുഹറമാത്തുകളെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഓരോ വ്യക്തിയും ദിക്റിലും മറ്റുമായി എങ്ങനെ സജീവമാകണം എന്നുമൊക്കെ പറയുന്നത് കാണാം. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു റൂട്ട് സൂഫികൾ ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ അധികരിച്ച് നടന്ന വിവിധ പേപ്പറുകൾ ഇവിടെ അവലോകനം ചെയ്യാനിരിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് മദനി ദർഗ അധ്യക്ഷർ ബി.ജി. ഹനീഫ ഹാജി, അതുപോലെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്ന ജാമിഅ മദീനത്തുന്നൂർ പ്രോ റക്ടറായിട്ടുള്ള ആസഫ് നൂറാനി ഉസ്താദ്, നേരത്തെ നമ്മുടെ സദസ്സ് തുടങ്ങിത്തന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ്, ദർഗ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള റൈറ്റ് വേ അഷ്റഫ് സാഹിബ്, അതുപോലെ ട്രഷറർ നാസിം തുടങ്ങിയുള്ള നമ്മുടെ ചാരിറ്റബിൾ അറബിക് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ബഷീർ സഖാഫി ഉസ്താദ് തുടങ്ങി ഖത്തീബും പള്ളി നമ്മുടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖത്തീബ്, അതുപോലെ ഇബ്രാഹിം അഹ്സനി ഉസ്താദ്, നുഅ്മാൻ നൂറാനി ഉസ്താദ്, തസ്ലീം നൂറാനി ഉസ്താദ് തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിൻ്റെ അധ്യക്ഷനെ ഈ സദസ്സ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള പണ്ഡിത